ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ചെടികളുടെ കുറച്ച് കളക്ഷൻസ് ആണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. വെയിൽ കൊള്ളുന്നത് അതിന് നല്ലതല്ല. വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കണം, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലും വെക്കാൻ പറ്റുന്ന ചെടിയാണത്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതല്ല, അത് മാത്രം. ഇത് മാത്രം ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് വെയിലത്ത് വെച്ചാൽ നന്നായി ഉണ്ടാവില്ല, വെയിലില്ലാത്ത സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ചെടിയിലേക്ക് പോവാം. ഇതും ഒക്കെ ഈ ചെടികളെല്ലാം വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല. കളർ ചെടികൾ, ഇതിന് വേറെ പേരുണ്ടാവും, എനിക്കറിയില്ല. ഈ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. ഇതെല്ലാം എൻ്റെ അമ്മൂമ്മയുടെ തോട്ടത്തിലെ ചെടികളാണ്. തരത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണിത്. നമ്മൾ നിറയെ പൂവുണ്ടാവും. ഇതെല്ലാം സ്പൈഡർ പ്ലാന്റ്സ് ആണ്. സ്പൈഡർ പ്ലാന്റ്സ് അല്ലാണ്ട് ഒട്ടനവധി ചെടികളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം അമ്മാമ്മയുടെ ഗാർഡൻ കളക്ഷൻസ്, ഗാർഡനിലെ ഫ്ലവർ കളക്ഷൻസ്, ചെടികളുടെ കളക്ഷൻസ് ആണ്. ഇത് കറിവേപ്പാണ്. എല്ലാ വീട്ടിലും ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലുള്ള നിരവധി പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണിത്. ഇതെല്ലാം വ്യത്യസ്ത തര പനകളാണ്. ആക്ച്വലി ഇതൊരു മാവാണ്. ഈ മാവുമ്മ ഇങ്ങനെയുള്ള ചെടികളെല്ലാം കയറ്റി വിടുന്നത് വളരെ മനോഹരമായിരിക്കും. ഇതുമൊക്കെ ഇൻഡോർ പ്ലാന്റ്സിൽ പെട്ടതാണ്. ഇതൊരു സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 2 കൊല്ലമായി. ഇതിന് ഡെയിലി വെള്ളം നനയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ പുളിമരമാണ്. ഇതിന്മേൽ നിരവധി പുളികളുണ്ട്. പുളിയെല്ലാം പഴുത്ത് വീഴാറാണ് പതിവ്. കറിക്ക് മാത്രം ഞങ്ങളിത് ഉപയോഗിക്കാറുള്ളൂ. ഇത് ഒരു തരം ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് കാക്ടസ് എന്ന് പറഞ്ഞ ചെടിയാണ്. വ്യത്യസ്ത തരം ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. ഈ ചെടികളെല്ലാം വെയിൽ കൊള്ളാൻ പാടില്ലാത്ത തരം ചെടികളാണ്. ഇത് ചാമ്പച്ചെടിയാണ്. ഇത് ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകളെല്ലാം സ്നേക്കിൻ്റെ ഷേപ്പിലാണ് നിൽക്കുക. ഇത് വളരെ മനോഹരമാണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ്. ഇത് ഒരു തരം കാക്ടസ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് കടലാസ് പൂക്കളാണ്. ഇതും ഒരു കാക്ടസ് ചെടിയാണ്. ഇതെല്ലാം നല്ല വീടിനകത്തും വയ്ക്കാൻ പറ്റിയ തരം ചെടികളാണ്. ഇവിടെ മനോഹരമായ കുറേ കടലാസ് പൂക്കളും ഉണ്ട്. ഇതെല്ലാം എൻ്റെ അമ്മൂമ്മയുടെ ഗാർഡനാണ്. ഇത് ഓറഞ്ച് നിറത്തിലുള്ള കടലാസ് പൂക്കളാണ്. ഇതൊരു തക്കാളി ചെടിയാണ്. പൂക്കളല്ലാതെ പച്ചക്കറി കൃഷികളും എൻ്റെ അമ്മാമ്മയ്ക്കുണ്ട്. ഇതെല്ലാം എലി വന്ന് ഓട്ടയുണ്ടാക്കുന്നതാണ്. എലിശല്യം വളരെ അധികമായിരിക്കും ഇങ്ങനെയുള്ള ചെടികൾ വയ്ക്കുമ്പോൾ. ഇത് ചേമ്പിൻ്റെ ചെടിയാണ്. ഇതിൽ വെള്ളം വീണാൽ വെള്ളം അബ്സോർവ് ചെയ്യുകയില്ല. ഇതിൻ്റെ ഇലകളും തണ്ടുമെല്ലാം കറി വയ്ക്കാവുന്നതാണ്. ഇത് വഴുതിനങ്ങ ചെടിയാണ്. മാത്രമല്ല ഇവിടെ എൻ്റെ അമ്മൂമ്മയ്ക്ക് ചീരകൃഷിയുമുണ്ട്. ഇത് ലില്ലി എന്ന ചെടിയാണ്. ഇത് ചേമ്പ് വർഗത്തിൽപ്പെട്ടിട്ടുള്ള ചെടിയാണ്. ഇത് എൻ്റെ അമ്മൂമ്മയുടെ കൃഷിയിലെ കോവയ്ക്ക ചെടിയാണ്. ഇത് കുറേ ഉണ്ട്. ഈ കോവയ്ക്ക ചെടിയിൽ ഞാത്തി ഇട്ടിട്ടുള്ള ഒരു തരം ചെടിയാണിത്. ഇത് ചെറ്റിപ്പൂവാണ്. ഇത് മഞ്ഞ നിറത്തിലും, ഞാൻ ആദ്യമായാണ് മഞ്ഞ നിറത്തിൽ കാണുന്നത്. റെഡ് കളറിലാണ് അധികവും ഇത് കാണപ്പെടാറുള്ളത്. മഞ്ഞ, വെള്ള, പിങ്ക് അങ്ങനെയുള്ള നിറങ്ങളിലും ഇത് കാണപ്പെടും. കോവക്കായ ഈ തരത്തിലാണ് പടർന്നു പോകുന്നത്. ഇതിൽ ഇഷ്ടംപോലെ കോവക്കായും ഉണ്ടാവാറുണ്ട്. കണ്ടോ കൂട്ടുകാരെ? ഇത് കറ്റാർവാഴയാണ്. ഇത് നിരവധി കറ്റാർവാഴകൾ എൻ്റെ വീട്ടിലുണ്ട്. ഇതെല്ലാം അമ്മൂമ്മ കൃഷി ചെയ്യുന്നതാണ്. ഇവിടെ നിരവധി ചെമ്പരത്തി പൂക്കളും ഉണ്ട്. ഇതുപോലെ കുപ്പിയിൽ ചെടികൾ ഞാത്തിയിടുന്നത് വളരെ മനോഹരമായിരിക്കും. ഇത് കട്ട് ചെയ്യേണ്ട രീതി മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇവിടെ നിരവധി റോസാപ്പൂക്കളും ഉണ്ട്. ഇതൊരു തരം ചെറ്റിപ്പൂവാണ്. റെഡ് കളറിലുള്ള ചെറ്റിപ്പൂവാണിത്. ഇത് ഒരു തരം മുള്ളുചെടിയാണ്. ഇത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ആൽമരമാണ്. ഇതൊരു ആൽമരമാണ്. ഇവിടെ നിരവധി ചെടികൾ ഇതുപോലെ ഞാത്തിയിട്ടിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ്സ് ഇങ്ങനെ വെക്കുന്നതും വളരെ മനോഹരമായിരിക്കും. വീടിനകത്താണ് ഇതേപോലെ സ്നേക്ക് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്.
ഇതെല്ലാം വളരെ മനോഹരമായിരിക്കും. ഇതുപോലുള്ള ചെടികൾ വീട്ടിൽ വെക്കുമ്പോൾ വീട് കാണാൻ നല്ല മനോഹരമായിരിക്കും. ഇതൊരു തരം ഇൻഡോർ പ്ലാന്റ് ആണ്, സ്നേക്ക് പ്ലാന്റ് ആണിത്. ഇതുപോലുള്ള നിരവധി ചെടികളും എൻ്റെ വീട്ടിലുണ്ട്. ഇതെല്ലാം ബോട്ടിൽസിലായാണ് വെക്കുന്നത്. ഇതൊരു തരം ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് സാധാരണ വെച്ചിരിക്കുന്നത് ഒരു പെയിൻറ് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പെയിൻ്റ് എല്ലാം കളഞ്ഞിട്ട് കുറച്ച് കല്ലും വെള്ളവും ഒഴിച്ചാണ് ഇങ്ങനെ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് വളരെ മനോഹരമാണ്. ഞാൻ നേരത്തെ കാണിച്ച ചെടിയിൽ നിന്നാണ് ഈ പ്ലാന്റ് എടുത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.